മാളവിക മേനോന് ഒരുപാട് പൈസ ഇനാഗ്രേഷനോടെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇനാഗ്രേഷനിലൂടെ കിട്ടുന്ന പൈസ കിട്ടുന്നു, ഓക്കെ, ചെലവുകളുണ്ടോ ഇതിന്? പിന്നില്ലേ, എന്ത് ചോദ്യ. സെലിബ്രിറ്റി ആവണ്ട ഒരു പെൺകുട്ടിയാണോ നിങ്ങൾക്ക് ചെലവുകളുണ്ട്? സെലിബ്രിറ്റി അല്ലാത്ത പെൺകുട്ടികൾക്ക് വരെ ചെലവുണ്ട്, പിന്നെ സെലിബ്രിറ്റി ആയി പറയണ്ട. കാരണം ഇപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കോസ്മെറ്റിക്സ് വാങ്ങാനുണ്ട്, ഇപ്പൊ ഡ്രസ്സ് എടുത്തിട്ട് ഒരു ഇനാഗ്രേഷന് മാളവിക പോകുന്ന ഒരുക്കങ്ങളൊന്ന് പറഞ്ഞേ. ഡ്രസ്സ് വാങ്ങണം, ചിലത് കൊളാബറേഷൻ ആയിരിക്കും, പക്ഷേ ജ്വല്ലറി, കോസ്മെറ്റിക്സ്, ഓക്കെ, പിന്നെ നമ്മളെ റെഡിയാക്കാൻ അത് ചില നേരത്ത് നമ്മളായിരിക്കും റെഡിയാവോ ഓണായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഹെയർ സ്റ്റൈലിസ്റ്റ്, ഡ്രസ്സിന് അങ്ങനെ സ്റ്റൈലിസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് നമ്മളത് പേ ചെയ്യണം. സോ അവർക്കൊന്നും ഒരു എമൗണ്ട് ഉണ്ട്, അവരും നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ ഒരു ഡേ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മളും അതിനൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. പിന്നെ ഇപ്പം നമ്മൾ കാറാണെങ്കിൽ ടാക്സിക്കുള്ളത് നമ്മൾ കൊടുക്കണം. അപ്പം നല്ല ചെലവുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതിപ്പോൾ ഒരു സെലിബ്രിറ്റി ആവണമെന്നല്ല, ഒരു സെലിബ്രിറ്റിയേക്കാൾ കൂടുതൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നോർമൽ ഗേൾസ് നടക്കുന്നുണ്ട്. സോ പലരും ഇപ്പോൾ എന്താ പറയുക, ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസ്, ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സ്, ബ്രാൻഡഡ് ആയിട്ടുള്ള മേക്കപ്പ് എല്ലാം, ഇതിനൊക്കെ ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് വാങ്ങുന്നവർക്ക് ഡെഫിനറ്റ്ലി അറിയാം എത്രത്തോളം സമ്മതിക്കണം കേട്ടോ മാളു. സ്റ്റാർട്ടിംഗ് സമയത്തൊക്കെ ശരിക്കും ലോണും കാര്യങ്ങളും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാളു? ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ എല്ലാവരും പല ആൾക്കാരെയും പോലെ തന്നെ എനിക്ക്, ഞാൻ മാളു പറഞ്ഞൊരു ഇന്റർവ്യൂവിൽ അഭിമുഖത്തിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, കല്ലും മുള്ളും നിറഞ്ഞ വഴിയായിരുന്നു എൻ്റെ തുടക്ക സമയം എന്ന് പറയുന്നത്. ശരിക്കും ഇന്ന് ഒരു താറുണ്ട്, കാറ്, ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യുന്നു, ഒരുപാട് മനുഷ്യരെ കാണുന്നു, സംസാരിക്കുന്നു. ഒരു സമയം അല്ലെ ഒരു കാലഘട്ടം മാളുവിനുണ്ടായിരുന്നോ കടത്തിന്മേൽ കടവായിട്ടൊക്കെ നിൽക്കുന്നൊരു സമയം ഉണ്ടായിരുന്നോ? പക്ഷേ ഇത് എനിക്കറിയില്ല, അതായത് ഇതൊക്കെ സത്യത്തിൽ ഇതിപ്പോൾ പറഞ്ഞതിന് എനിക്ക് എന്താണെന്നും അറിയില്ല. ബട്ട് വീട്ടിൽ അധികം ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല ഞാൻ എവിടെയും തോന്നുന്നു. ബട്ട് വീട്ടിലെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതെനിക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു സമയത്തല്ല, അതെന്താണ് കണ്ടിട്ടുമില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഞാൻ കാരണമല്ല, ഫാമിലി നമ്മളെ അറിയിച്ചിട്ടുമില്ല. അതെ, അറിയിച്ചിട്ടുമില്ല. പക്ഷേ ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നുമല്ലോ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒന്നുമില്ലാത്ത അമ്മ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ത്രെഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എനിക്ക് വീട്ടില്. പക്ഷെ അതൊന്നും അറിയിക്കാൻ നിൽക്കാറില്ല ഫാമിലി എന്നെ. അപ്പൊ അതിൽ നിന്ന് മാറി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അതുകൊണ്ട് എനിക്ക് ഓരോ വർക്കിന്റെ വാല്യൂ അറിയാം, ഓരോ വ്യക്തിയുടെ ജോബ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം, ഒരു 5 പൈസയുടെ വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ കടന്നു പറഞ്ഞ പെട്ടെന്ന് ആൾക്കാർക്ക് കാണുമ്പോൾ അവര് സിനിമ എന്ന് പറയുമ്പോൾ എന്ത് സുഖ, അവർക്ക് ഫാനിന് ഫുഡ്, ഫ്രൂട്ട്സ് എന്നുള്ള രീതിയിലാണ്. അതിപ്പോൾ ഞാനായാലും പണ്ട് സിനിമ കാണുന്ന സമയത്ത് ഭയങ്കര കളർഫുൾ ആണ് എന്താണ് വിചാരിച്ചത്, അല്ലാന്നല്ല, പക്ഷെ അതിൻ്റെ ബിഹൈൻഡുള്ള സ്ട്രഗിൾസ് ആരും കാണുന്നില്ല എന്ന് മാത്രം. അതിപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് പറയുന്നു, അതേപോലെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രീസിലും ഉണ്ടാവും ഡെഫിനറ്റ്ലി, ഇല്ല എന്നല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ കല്ലും മുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇൻസൾട്ടിങ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണ ഒരു മനുഷ്യരല്ലേ, ഹേർട്ട് ആവുമല്ലോ. പക്ഷെ ഇത്രയൊക്കെ ലൈഫ് കഥയുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിന് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് തരാനുള്ളൊരു മറുപടി എന്തോന്നറിയാവോ? കേട്ടോ, കാരണം ഞങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുന്നു, ഇങ്ങനൊരു അനുഭവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നമുക്ക് ഒന്നും പെർമനന്റ് അല്ല, നത്തിങ് ഈസ് പെർമനന്റ്. ഇപ്പം നമുക്ക് എന്താണ് ഇപ്പം നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് സങ്കടം ഉണ്ടാവും, അതും പെർമനന്റ് അല്ല, അത് സ്ഥിരമായിട്ടുണ്ടാവില്ലല്ലോ, അത് മാറും.